കാട്ടാമ്പാക്ക് പാട്ടുപുരയ്ക്കലെ പ്രസിദ്ധമായ മുടിയേറ്റ് ഏപ്രിൽ 3 ബുധനാഴ്ച നടക്കും. കാട്ടാമ്പാക്ക് കിഴക്കുംഭാഗം പാട്ടുപുരയ്ക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ കളമെഴുത്തും പാട്ടും ഉത്സവത്തിന്റെ സമാപനം കുറിച്ചുകൊണ്ട് ഏപ്രിൽ 3 ബുധനാഴ്ച രാത്രി പ്രസിദ്ധമായ മുടിയേറ്റ് അരങ്ങേറും. കീഴില്ലം ശങ്കരൻകുട്ടി മാരാർ സ്മാരക മുടിയേറ്റ് സംഘമാണ് മുടിയേറ്റ് അവതരിപ്പിക്കുന്നത്. മധ്യ കേരളത്തിലെ കാളിക്ഷേത്രങ്ങളിൽ കാളിപ്രീതിക്കായി നടത്തുന്ന ഏറ്റവും വലിയ വഴിപാടാണ് മുടിയേറ്റ്. പ്രത്യേക വേദിയോ അലങ്കാരങ്ങളോ ഇല്ലാതെ ക്ഷേത്രാങ്കണത്തിൽ നടത്തപ്പെടുന്ന ഒരു കലാരൂപമാണ് മുടിയേറ്റ്. മുടിയേറ്റിൽ 7 കഥാപാത്രങ്ങളാണുള്ളത്. ഇവയെല്ലാം ഒരുപോലെ പ്രാധാന്യമർഹിക്കുന്നു. എന്നാൽ പ്രേക്ഷകരുടെ നോട്ടത്തിൽ പ്രധാനപ്പെട്ട വേഷങ്ങളായി 2 or 3 ആണ് വരുന്നത്. മുടിയേറ്റ് എന്ന അനുഷ്ഠാന കലയ്ക്ക് പ്രേക്ഷകരില്ല. കാണികളും കലയുടെ ഒരു ഭാഗമാണ്. ആരും കാണുവാനില്ലെങ്കിലും അനുഷ്ഠാന കലകൾ നടത്തിയിരിക്കണം. മുടിയേറ്റിലെ 7 കഥാപാത്രങ്ങൾ ശിവൻ, നാരദൻ, കാളി, ദാരികൻ, ദാനവേന്ദ്രൻ, കോയിങ്കപ്പടനായർ, കൂളി എന്നിവരാണ്. ശിവനും നാരദനും കോയിങ്കപ്പടനായരും മിനുക്കുവേഷങ്ങളാണ്. ദാരികൻ, ദാനവേന്ദ്രൻ ഇവ കത്തിവേഷങ്ങളാണ്. ഈ വേഷങ്ങളെ ഉപജീവിച്ചാവാം കഥകളിയിലെ കത്തിവേഷം ഉണ്ടായത്. മുടിയേറ്റിലെ വേഷങ്ങൾ പരിഷ്കരിച്ചാണ് കഥകളിയിലെ വേഷങ്ങൾ. മുടിയേറ്റിലെ കാളിവേഷത്തോട് സാദൃശ്യമുള്ളതാണ് ദക്ഷയാഗം കഥകളിയിലെ കാളിയുടെ വേഷം. മുടിയേറ്റിലും കഥകളിയിലും മുഖത്തും കരിതേച്ചതിനു ശേഷം അരിമാവ് കൊണ്ട് വസൂരിക്കല കുത്തുന്നു. കൂളിയുടെ വിരൂപമായ തേപ്പും ഹാസ്യം ജനിപ്പിക്കുന്ന രീതിയിലുള്ള ഉടുത്തുകെട്ടും പ്രത്യേകതയാണ്. പ്രത്യേക വേദിയോ അലങ്കാരങ്ങളോ മുടിയേറ്റിന് ആവശ്യമില്ല. ക്ഷേത്രത്തിന് മുറ്റത്തോട് ചേർന്ന് നിരപ്പായ സ്ഥലത്തോ മുടിയേറ്റിന് വിളക്ക് വയ്ക്കുന്നു. ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നല്ല മുടിയേറ്റ്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വേദി കെട്ടി അതിൽ ഒതുക്കി നിർത്താറില്ല. വിളക്ക് വയ്ക്കുന്ന സ്ഥലം നല്ല നിരപ്പുള്ളതായിരിക്കണം. സ്ഥലം കയറ്റിയിറക്കുള്ളതായാൽ യുദ്ധസമയത്ത് അപകട സാധ്യതകൾ കൂടുതലുണ്ട്. കൂടാതെ വേഷക്കാരൻ്റെ ഓരോ ചുവടുവെപ്പിനും അത് തടസ്സമാവുകയും ചെയ്യാം. സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, കടുത്തുരുത്തി.